السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തുടങ്ങുക. വഖാൽ അഅ്റജുൽ മഅനി എന്ന് പറയുന്ന ഒരു ഷായറിന്റെ അഅ്റജുൽ മഅനി എന്ന ഷായർ പറയുന്നു, അദ്ദേഹത്തിനെ കുറിച്ച് ശാരിഹുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ഷായറാണ് അൽ അഅ്റജുൽ മഅനി. ഒട്ടുമിക്ക ശാരിഹുകളും അദ്ദേഹം ഇസ്ലാമി ഷായറാണ്, അതോടൊപ്പം തന്നെ അദ്ദേഹം മുഹദ്റമാണ്, ഇസ്ലാമും ജാഹിലിയ കാലവും എത്തിച്ച മുഹദ്റമാണ്, സഹാബിയാണ് എന്നൊക്കെ ഒട്ടുമിക്ക ശാരിഹുകളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തിബ്രീസി അടക്കമുള്ള കുറഞ്ഞ ശാരിഹുകൾ അദ്ദേഹം ഖവാരിജുകളിൽപ്പെട്ട ആളാണ് എന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. ഏതായിരുന്നാലും വലിയ സാഹിത്യകാരനാണ്. കഴിഞ്ഞ കുറച്ച് ബെയ്ത്തുകൾ അദ്ദേഹത്തിൻ്റെതായി നമ്മൾ ദിവാനുൽ ഹമാസിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ സംഘട്ടനവും ഒന്നുമല്ലെങ്കിലും ചെറിയ ഒരു വിഷയം, തന്റെ ഭാര്യയോടുള്ള അല്ലെങ്കിൽ ഭാര്യ തന്റെ ഭർത്താവിനോട് കാണിക്കുന്ന മലാമത്ത്, വെറുപ്പും വിദ്വേഷവും, അത് അദ്ദേഹത്തിന്റെ കുതിരയുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വളർത്തുന്ന ഒട്ടകവുമായൊക്കെ ബന്ധപ്പെട്ടപ്പോ അതൊക്കെ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെടുത്തി, യുദ്ധത്തിന്റെ ആയുധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ കുതിര എന്ന് പറയുന്നത്. യുദ്ധത്തിന്റെ സാമഗ്രികളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കുതിര. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ യുദ്ധത്തിൽ സംഭവിക്കുന്ന മലാമത്തും വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും ഒക്കെ ജുസ്ഇയ്യൻ ഭാഗികമായിട്ട് ഇവിടെയും കാണുന്നത് കൊണ്ട് ആണ് ദിവാനുൽ ഹമാസയിൽ ഈ ബാബിനെ ഉൾക്കൊള്ളിക്കാനുള്ള കാരണം. നമുക്കറിയാം, പല ബൈത്തുകളിലും നേരിയ അദിന അലാഖത്ത് ഉണ്ടാവുമ്പോ ഏറ്റവും ചുരുങ്ങിയത് ഒരു ചെറിയ ബന്ധമെങ്കിലും യുദ്ധവുമായിട്ട്, അതല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുന്ന കാരണവുമായിട്ട് ബന്ധമുണ്ടാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദീവാനുൽ ഹമാസയിൽ ഇത്തരം ബെയ്ത്തുകളൊക്കെ ഉൾക്കൊള്ളിക്കുന്നത്. ഇവിടെ ദീവാനുൽ ഹമാസയിൽ കൊണ്ടുവരുന്ന പല ബെയ്ത്തുകളും നമുക്കറിയാം, അബൂ തമ്മാം എന്നവര് മറ്റു ഷായറുകളുടെ ബെയ്ത്തുകൾ സന്ദർഭത്തിനനുസരിച്ച് അടർത്തിയെടുത്താണ് ദിവാനുൽ ഹമാസ രചിക്കുന്നത്. അദ്ദേഹത്തിന്റെ യാത്രയിൽ അദ്ദേഹം കോർത്തിണക്കിയ മുഖ്താറാത്തായിട്ടാണ് ദിവാനുൽ ഹമാസ അറിയപ്പെടുന്നത്. അപ്പോ അതടിസ്ഥാനത്തിൽ ഒരുപാട് ബൈത്തുകൾ, ഏകദേശം 30-ൽ അധികം ബൈത്തുകൾ വരുന്ന ഒരു പാർട്ടിനെ അദ്ദേഹത്തിന്റെ ബാബിലേക്ക് എത്തുമ്പോൾ അത് 5 ചുരുക്കി, അഥവാ മറ്റുള്ളതൊന്നും നമ്മുടെ വിഷയത്തിൽ ഉൾക്കൊള്ളാത്തത് കൊണ്ട് അദ്ദേഹം ഒഴിവാക്കി നമ്മുടെ വിഷയത്തിലേക്ക് ഉൾക്കൊള്ളുന്ന ഭാഗം മാത്രം ഉദ്ധരിക്കുന്നത് പലപ്പോഴായിട്ട് പല ബാബുകളിലായിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം 4-5 വരികൾ ഉപയോഗപ്പെടുത്തുന്നത് അൽ അഅ്റജുൽ മഅനി എന്ന ഷായറിനെ കുറിച്ചാണ്. അദ്ദേഹം പറയുന്നു, അറാ ഉമ്മ സഹ്ലിൻ മാ തസാലു തഫജ്ജഉ തലൂമു വമാ അദ്രി അലാ മതവജ്ജഉ
تلوم على أن نمنح الورد لقحة وما تستوي والورد الساعة تفزع إذا هي قامت حاسرا مشمئلة نخيب الفؤاد رأسها ما يقنع وقمت إليه باللجام ميسرا هنالك يجزيني بما كنت أصنع. അപ്പോ അൽ-ആറജുൽ മഅനി എന്ന ശാഇർ പറയുന്നു, അറാ ഉമ്മ സഹിലിൻ, അറാ ഞാൻ കാണുന്നു, ഉമ്മ സഹിലിൻ, ഉമ്മു സഹില് എന്ന എന്റെ ഭാര്യയെ കാണുന്നു. മാ തസാലു തഫജ്ജഉ, അവര് മാനസികമായി വേദന അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. മാസാല മാ തസാലു തഫജ്ജഉ, തഫജ്ജു, അതേപോലെ തന്നെ തവജ്ജു, വജ്അ, ഫജ്അ, ഇതൊക്കെ ഏകദേശം തുല്യാർത്ഥങ്ങളാണ്. ബഹുമാനിക്കുകയും ആദരിക്കുകയും മനസ്സിൽ അങ്ങേയറ്റത്തെ ഇണക്കവും ഒക്കെ ഉള്ള സംഭവം ഇല്ലാതെയാവുമ്പം ഉണ്ടാവുന്ന മാനസികമായിരിക്കുന്ന ഒരു വേദന, ഒരു പ്രയാസം, അതിനേക്കാണ് എന്താ പറയാ, തഫജ്ജു എന്ന് പറയാം. എന്നാൽ തവജ്ജു ആണെങ്കിലോ ആമ, എന്തിന്റെ പേരിലാണെങ്കിലും അനുഭവിക്കുന്ന വേദനകൾക്ക്, മനപ്രയാസങ്ങൾക്ക് വജ്ഇൽ നിന്നുള്ള തവജ്ജു എന്ന് പറയും. ഇവിടെ ഷായിർ പ്രയോഗിക്കുന്നത് തഫജ്ജു ആണ്. നമ്മള് മലയാളത്തിൽ നിന്ന് അറബിയിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ, ഇൻഷാ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മുത്രാദിഫാണെങ്കിൽ പോലും ചില വിഷയത്തില് ഖാസും ആമും ഉണ്ടാവും. അതിൽപ്പെട്ടൊരു ഉദാഹരണമാണ് തഫജ്ജുവും തവജ്ജുവും. തുല്യർത്ഥാണെങ്കിലും നേരിയ മാറ്റം. അപ്പൊ ഇവിടെ ഉമ്മു സഹില് എന്ന തന്റെ ഭാര്യയെ ഭർത്താവാകുന്ന അഅറജുൽ മഅനി കാണുന്നു. ഏത് നിലക്ക്? അവിടുന്ന് വേദന അനുഭവിക്കുന്നതായിട്ട്, അതും സ്ഥിരമായിട്ട്. മാസാല മാ തസാലു തഫജ്ജു, മാനസികമായി വേദന അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല, അത് വേദന അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിന്റെ പേരിലാണ് എന്ന് അവിടുന്ന് വ്യക്തമല്ല. പക്ഷെ അത് ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. തെലൂമു, തന്റെ ഭാര്യ ഉമ്മു സഹല് തന്നെ മലാമത്ത് ചെയ്യുന്നതായിട്ട്, പിന്നെ ആക്ഷേപിക്കുന്നതായിട്ട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നു. എന്താണ് അതിന്റെ കാരണം? വമാ അതിരി അലാമ തവജ്ജു. കണ്ടോ, അവിടെ തവജ്ജു ആണ് ഉപയോഗിച്ചത്. ഒരു മാനസികമായിട്ടുള്ള പ്രയാസം അവർക്ക് വല്ലാതെ ഉണ്ടെങ്കിലും എന്തിന്റെ പേരിലാണ് എന്റെ ഭാര്യ ഉമ്മു സഹല് അങ്ങനെ വേദന കടിച്ചെറുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ അതിന്റെ കാരണം മനസ്സിലാവുന്നില്ല എന്നല്ല, കാരണം തൊട്ടടുത്ത ബൈത്തിൽ അതിന്റെ കാരണം പറയുന്നുണ്ട്. ഒരു സാധാ നമ്മുടെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ കാരണമൊക്കെ അറിയാം. ദേഷ്യം വെക്കുന്നത് എന്താണെന്നറിയാം, വെറുപ്പ് പ്രകടിപ്പിക്കുന്നത് എന്താണെന്നറിയാം, വേദന അനുഭവിക്കുന്നത് എന്താണെന്നൊക്കെ ഷായറിനറിയാം. പക്ഷെ എന്തിനു വേണ്ടിയാണ്, എന്തൊരു കാരണം കൊണ്ടാണ് അങ്ങനെ വേദന അവൾ അനുഭവിക്കുന്നത്, എന്നെ അവൾ ആക്ഷേപിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. അനീതിയായിട്ട് ആണ് ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല എന്നതിലേക്ക് സൂചനയാണ്. ഇവിടെ തന്റെ വീട്ടിലുണ്ടായിരുന്ന നല്ലവണ്ണം പാല് ചൊരിക്കുന്ന ഒരു ഒട്ടകം, ആ ഒട്ടകത്തിന്റെ പാല് ഇദ്ദേഹത്തിന്റെ വറൂദ് എന്ന് പറയുന്ന കുതിരക്ക് കൊടുക്കുന്നത് ഉമ്മു സഹൽ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇവിടെ ഇത്തരം പരാമർശങ്ങൾക്ക് കാരണം. അത് അങ്ങനെ കൊടുക്കുന്നത് ഭാര്യ ഉമ്മു സഹൽ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവള് വെറുപ്പും വിദ്വേഷമൊക്കെ വെച്ച് പുലർത്തുന്നത് എന്ന് ആണ് ഇതിന്റെയൊക്കെ പശ്ചാത്തലം.
ഇവിടെ മാ തസാലു എന്ന് പ്രയോഗിച്ചതുകൊണ്ടാണ് മാ നഫിയാണ്. തസാലു എന്നതിലും എന്തുണ്ട്? നഫീന്റെ മാനുണ്ട്. അപ്പൊ നഫിയും വന്നാൽ അവിടെ എന്താവും? ഈജാബാവും. അതുകൊണ്ട് അവിടെ ദവാമൻ എന്ന അർത്ഥവും വരും. അതൊക്കെയാണ് ഇപ്പൊ നമുക്ക് ഈ ബൈത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. എന്നിട്ട് ഷായർ പറയാണ് തലൂമു അലാ അൻ അംനഹൽ വർദ ലിഖ്ഹതൻ. തലൂമു ഉമ്മു സഹല് മലാമത്ത് ചെയ്യുന്നു, ആക്ഷേപിക്കുന്നു. എന്തിന്റെ പേരിൽ? അലാ അൻ അംനഹ, ഞാൻ നൽകുന്നതിന്റെ പേരിൽ. അൽ വർദ, വർദ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുതിരന്റെ പേരാണ്. വറൂദ് എന്നും വർദ് എന്നൊക്കെ അഭിപ്രായം. ഏതായിരുന്നാലും വർദ് കുതിരന്റെ പേരാണ്. അപ്പൊ തന്റെ ഫർസ് കുതിരക്ക് നൽകുന്നതിൽ ഉമ്മു സഹല് ആക്ഷേപിക്കുന്നു. എന്ത് നൽകുക? ലിഖ്ഹതൻ. നാഖത്ത് ലഖൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ പാൽ ചരിക്കുന്ന ഒട്ടകം. അപ്പൊ ഇവിടെ പാല് നൽകുന്നത് എന്നായി. അപ്പൊ ഞാന് ഈ ഒട്ടകത്തിന്റെ പാല് എന്റെ കുതിരക്ക് നൽകുന്നത് അവള് എന്നെന്ത് ചെയ്യുന്നു? ആക്ഷേപിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാം വമാ തസ്തവി വൽ വർദ സഅത തഫ്സഉ. ഇവിടെ തലൂമു എന്നുള്ളത് ഖബറാക്കാം. അതല്ലെങ്കിൽ അവിടെ ഇസ്തിഫാമിന്റെ ഹംസ് കളയപ്പെട്ടിട്ട് ആക്ഷേപിക്കുകയാണോ എന്ന ഒരു സ്വരം അവിടെ അങ്ങനെയും ചെയ്യാൻ പറ്റുന്ന ഒരു ബൈത്താണ് തലൂമു എന്നുള്ളത്. അങ്ങനെ ഇസ്തിഫാം കൊടുക്കുമ്പോൾ അവിടെ ഇസ്തിഫാം ഇൻകാരിയായിട്ട് കൊടുക്കും. അതോടൊപ്പം തന്നെ അസ്ഥാനത്താണ് ഈ മലാമത്ത്. ഇതൊരു ആവശ്യത്തിനല്ല, കാരണം അനീതി ഒന്നും അവിടുന്ന് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഉമ്മു സഹല നടത്തുന്ന മലാമത്തും തവജ്ജുവും തഫജ്ജുവൊന്നും അത് സ്ഥാനത്തല്ല, അസ്ഥാനത്താണ് എന്ന് കൊടുക്കാൻ വേണ്ടി തലൂമു എന്നതിന്റെ മുമ്പ് ഒരു ഇസ്തിഫാം കളയപ്പെട്ടിട്ട് അങ്ങനെയും എന്ത് ചെയ്യാം അവിടെ സങ്കല്പിക്കാൻ പറ്റും. അപ്പൊ വമാ തസ്തവി വൽ വർദ, വമാ തസ്തവി എന്നതിന് മുസ്തത്തിറായ ദമീർ മടങ്ങുന്നത് ഉമ്മു സഹലിലേക്ക്. ഉമ്മു സഹല് സമമല്ല. വൽ വർദ, വർദ് എന്ന ഓമന പേര് വിളിക്കുന്ന എന്റെ കുതിരയും സമമല്ല. സഅത തഫ്സഉ, അവള് ഉമ്മു സഹല് വേദന അനുഭവിക്കുന്ന സമയത്ത്. അഥവാ ഇവിടെ ഉമ്മു സഹലും ഫർസുമാണ് കഥാപാത്രം. അപ്പൊ ഫർസിന് നാക്കത്തിന്റെ ലബന് കൊടുത്തു എന്ന വിഷയം. അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്തിട്ടില്ല? അനീതിയൊന്നും ചെയ്തിട്ടില്ല. ഫർസ് എന്ന് പറയുന്നത് എന്റെ യുദ്ധത്തിന് വളരെ അത്യാവശ്യമായ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്റെ എല്ലാ വിഷയങ്ങളിലും എന്റെ കൂടെ നിൽക്കുന്നതാണ് ഫർസ്. അതോടൊപ്പം തന്നെ ഉമ്മു സഹൽ തന്റെ ഭാര്യയുമാണ്. അതുകൊണ്ടാണ് വമാ തസ്തവി സമമല്ല എന്ന് പറയാൻ കാരണം. ഇങ്ങനെ കൊടുത്തത് അനീതിയല്ല എന്ന് തെളിയിക്കുക. അതുകൊണ്ട് വമാ തസ്തവി വൽ വർദ ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന എന്നൊക്കെ പറഞ്ഞ പോലെ മുസ്തത്തറായ ലമീറിലേക്ക് അത്ഫ് ചെയ്യാണല്ലോ വമാ തസ്തവി. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? വമാ തസ്തവി വൽ വർദ എന്ന് പറഞ്ഞത്. അവിടെ യഥാർത്ഥത്തിൽ വമാ തസ്തവി ഹിയ വൽ വർദ എന്ന് എന്ത് ചെയ്യണം? തഅക്കീദാക്കണം. അത്ഫ് മഫ്ഊല് ബിഹിയിലേക്കാണല്ലോ. ഇനി ലാ തസ്തവി വൽ വർദു എന്ന് അങ്ങനെയും റിവായത്തുണ്ട്. അപ്പൊ പിന്നെ നേരെ വമാ തസ്തവി വൽ വർദു, അവള് സമമല്ല, വർദും സമമല്ല എന്നായി. മഫ്ഊല് മുത്ലഖാവുമ്പോ അവിടെ എന്താവും? ലാ തസ്തവി ഹിയ മഅൽ വർദി എന്ന് സങ്കല്പിക്കണം. അപ്പൊ അവിടെ ഒന്നാമത്തെ ബൈത്തിൽ പറഞ്ഞല്ലോ അലാമ, എന്തിന്റെ പേരിലാണ് ആ തവജ്ജും തഫജ്ജും ഒക്കെ എന്ന് പറഞ്ഞത്? ഇദ്ദേഹത്തിന് കാരണം അറിയാത്തതുകൊണ്ടല്ല. കാരണം ഇവിടെ പറയുന്നുണ്ടല്ലോ
ഇതാണ് കാരണം, എന്റെ ഫറസിന് ഞാനിങ്ങനെ കൊടുത്തു, പാല് കൊടുത്തു എന്ന് സരീഹ നിലക്ക് പറയുന്നത്. അപ്പൊ അത് എന്തിനു വേണ്ടിയാണ് അവൾ ഇങ്ങനെ വേദന അനുഭവിക്കുന്നതിനാണ്. ആ വേദന അനുഭവിക്കുന്നതിന്റെ സബബാണ് അദ്ദേഹം, അതൊന്നും ഒരു ആവശ്യമില്ലാത്തതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് എന്ന് അവിടുന്ന് വ്യക്തമാണ്. കാരണം ചില ശാരീരികളൊക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട്. എന്ത്, ഇതൊരു കളവാക്കലല്ലേ, ആദ്യം എന്തിന്റെ പേരിലാണ് എന്ന് ചോദിച്ചിട്ട് പിന്നെ പറയുമ്പം അത് സ്വന്തം ശരീരത്തെ കളവാക്കലല്ലേ എന്ന്. അവിടെ തഫജ്ജുഇന്റെ കാരണമാണ് അന്വേഷിക്കുന്നത്, അതൊരു അസ്ഥാനത്താണ് എന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത് എന്ന് എല്ലാ ഒട്ടുമിക്ക ശാരീരികളും അത് വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ ഇസ്തിവാ സമമല്ല എന്നൊക്കെ പറയാനുള്ള കാരണം അതൊരു വലിയ വിശാലമായ അർത്ഥമുള്ള ഒരു ഭാഗമാണ്. കാരണം പലപ്പോഴും നമ്മൾ ചില സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ട് ആലിമും ജാഹിലും സമമല്ല എന്ന് പറയും എന്ന പോലത്തെ ഒരു പ്രയോഗമാണ്. കാരണം വർദ് എന്ന് പറയുന്നത് തന്റെ കുതിരയാണ്. ആ കുതിര ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അവതാളത്തിലാവുന്ന ഒരു സംഭവമാണ്. സ്വന്തം ശരീരത്തിനും മുതലിനൊക്കെ അപകടം സംഭവിച്ചേക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫർസ്, അൽ വർദ് എന്ന ഓമന പേരിൽ വിളിക്കുന്ന ഫർസ്. അപ്പൊ അത് പറയാണ്, അതിന് ഒരിക്കലും സമമല്ല, പ്രധാനം ഉണ്ട്, ഈ അർത്ഥത്തിൽ പ്രാധാന്യമുണ്ട് എന്ന് അദ്ദേഹം തെളിയിക്കുക. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു, ഇദാ ഹിയ ഖാമത് ഹാസിറൻ മുസ്മഇല്ലതൻ. ഇദാ എന്നുള്ള ഷർത്തിന് ജവാബ് അടുത്ത ബൈത്തിലാണ്. ഇദാ ഹിയ ഖാമത്, ഈ ഉമ്മു സഹല് നിന്നപ്പോൾ, ഹാസിറൻ അവിടെ യഥാർത്ഥത്തിൽ ഹാസിറത്തൻ എന്നാണ്, ബൈത്തിന്റെ ദറൂറത്തിന് വേണ്ടി കളയപ്പെട്ടതാണ്. അപ്പൊ ഇദാ ഹിയ ഖാമത്ത് ഹാസിറത്തൻ എന്നാണ്. ഹാസിറൻ എന്താ, ഹാസിറൻ എന്ന് പറഞ്ഞ അർത്ഥം ഹസറ ശൈഅ ഹസൂറൻ എന്നൊക്കെ പറഞ്ഞാൽ, ഹസറ ശൈഉ ഹസൂറൻ, ഹസറന്റെ ഫായിലായിട്ട് ഹസൂറൻ, അതിനർത്ഥം ഇദൻകശഫ എന്നാണ്. അവള് തല തുറന്നു നിന്നപ്പോൾ, തല കശ്ഫ് ചെയ്ത് തട്ടവും ഷോളൊന്നും അണിയാതെ തല വെളിവാക്കിയിട്ട് നിന്നപ്പോൾ, അതാണ് ഹാസിറ എന്ന് പറഞ്ഞത്. മുസ്മഇല്ലത്തൻ, ഇസ്മഅല്ല യസ്മഇല്ലു, ഇഖ്ശഅറ ഇഖ്ശഇറു എന്ന് പറഞ്ഞാൽ ജദ്ദ ഫിസ്സൈരി വൽ അദ്ബി, സ്പീഡിൽ പോകുന്നതായിട്ട് എന്നാണ്. ഈ വിഷയം പറഞ്ഞ് വെറുപ്പ് പ്രകടിപ്പിച്ച് ദേഷ്യപ്പെട്ട് തലയില് തട്ടവും ഷോളൊന്നും അണിയാതെ ധൃതിയിൽ പോയപ്പോൾ, ഇദാ ഹിയ ഖാമത്ത് ഹാസിറത്തൻ മുസ്മഇല്ലത്തൻ. മുസ്മഇല്ലത്ത് പറഞ്ഞാല് എന്ത് ചെയ്യാ, സൈറില് അദവ് സ്പീഡിൽ പോവുക. നഖീബൽ ഫുആദി വറഅസുഹാ മാ യുഖന്നഉ, അതോടൊപ്പം തന്നെ നഖീബൽ ഫുആദായിട്ട്, നഖീബ് നഖ്ബ് എന്ന് പറഞ്ഞാൽ അൽജുബൻ, ഭീരുവായിട്ട്, ളുഅഫുൽ ഖൽബ് നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ദേഷ്യം പിടിച്ച് അപ്പോ എന്തായി, ഖൽബ് ലഈഫായി. അപ്പൊ അങ്ങനെ ളുഅഫുൽ ഖൽബായിട്ട്, അതാണ് നഖീബുൽ ഫുആദ്. റജുലുൻ നഖീബുൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റജുലുൻ ജബാനുൻ എന്നാണ്. കാരണം ഹൃദയം ഇല്ലാത്ത പോലെയാണ്. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിച്ച് വേദന അനുഭവിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാനും വിലയിരുത്താനും പറ്റുന്ന ഹൃദയം ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി നഖീബുൽ ഫുആദ് എന്ന് പ്രയോഗിക്കും. ഇവിടെയും അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മൾ ബന്ധപ്പെടുന്ന ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിൽ ഉമ്മു സഹല് നഖീബുൽ ഫുആദാണ്, ചിന്തിക്കാൻ തീരെ കഴിവില്ലാത്ത ആളാണ്.
ഒന്നാമത്തെ മിസ്റായില് പറഞ്ഞ വിഷയത്തിന് തെക്കീതായിട്ട് പറയുന്നവർ ഇസ്സുഹാമായുന്നാവൂ, അവളെ തല എന്ത് ചെയ്തിട്ടില്ല, അവിടെ മൂടുപടം ഇട്ടിട്ടില്ല, മുഖത്തും തലയിലൊന്നും അവള് മറച്ചിട്ടില്ല എന്ന് തെക്കീതായിട്ട് പറയാം. അങ്ങനത്തെ സ്ഥിതിയിൽ ഉമ്മു സഹല് നിന്നപ്പോൾ അങ്ങനെ വഖുംതു ഇലൈഹി ബില്ലിജാമി മുയസ്സിറ. വഖുംതു എന്നുള്ളത് അല പിന്നെ ഹിയ ഖാമത്ത്, അവിടേക്ക് അത്ഫ. ഇദാ ഹിയ ഖാമത്ത് എന്നതിലേക്ക് അത്ഫാണ്. വഖുംതു ഞാൻ നിൽക്കുകയും ചെയ്തപ്പോൾ. ഇലൈഹി, ഇലൈഹി എന്ന് പറയുന്നത് വർദിലേക്ക്, തന്റെ കുതിരയിലേക്ക് നിന്നപ്പോൾ. ബില്ലിജാമി മുയസ്സിറ, ബില്ലിജാമി മുയസ്സറ. മുയസ്സിർ എന്ന് പറഞ്ഞാൽ ഇസ്മു മഫ്ഊലായിട്ട്, മുയസ്സിറ എന്നല്ല മുയസ്സറ. സിഗത്തു ഇസ്മുൽ മഫ്ഊൽ, അർത്ഥം മുഹയ്യ, മഅനാഹു മുഹയ്യഅൻ എന്നാണ്. അവിടെ ഹാലായിട്ട് മുത്തക്കല്ലിമിന്റെ യായിൽ നിന്ന് ഹാല. അപ്പൊ മുയസ്സർ എന്ന് പറഞ്ഞാൽ മൻ യസ്സറഹു ലഹു ഇദാ വഫഖഹു ലഹു വസഹലഹു ഫമഅനാഹു മുവഫഖൻ ലിൽ ഹർബി. യുദ്ധത്തിന് പാകപ്പെടുത്തിയതായിട്ട്, ലിജാമ് കൊണ്ട് കടിഞ്ഞാണൊക്കെ കെട്ടി യുദ്ധത്തിന് പാകപ്പെടുത്തിയതായിട്ട് എന്നാണ്. മുയസ്സറ എളുപ്പം ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം യുദ്ധത്തിന് വേണ്ടി പാകപ്പെടുത്തിയതായിട്ട് ഞാനും നിന്നപ്പോൾ. ഉമ്മു സഹല് എന്ത് ചെയ്തു? ദേഷ്യം പിടിച്ച് തലയൊക്കെ തുറന്നിട്ട് ഒരു സ്പീഡില് ഒരു ദേഷ്യം കാണിച്ചുകൊണ്ട്, അപ്രാളം കാണിച്ചുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്നു. ഞാനാണെങ്കിലോ യുദ്ധത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട നിലയില് കടിഞ്ഞാണൊക്കെ കെട്ടി ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയും ചെയ്തപ്പോൾ. ഇനിയാണ് അതിന്റെ ജവാബ് വരുന്നത്. ഹുനാലിക യജ്സിനി. ഹുനാലിക എന്നുള്ളത് ഇവിടെ ലർഫ് മക്കാനാക്കാം, അല്ലെങ്കിൽ ലർഫ് സമാനും ആക്കാം. ഇതാണ് നമ്മളെ ഇദാ എന്ന ശർത്തിന്റെ ജവാബ്. അപ്പൊ അങ്ങനെയൊക്കെ നിന്നപ്പോ ഹുനാലിക യജ്സിനി, ആ സമയത്ത് ലർഫ് പിന്നെ സമാന് അല്ലെങ്കിൽ അവിടത്തിൽ, ആ പ്രത്യേക ഘട്ടത്തിൽ യജ്സീനി. യജ്സീനി എന്നതിലെ മുസ്തത്തിറായ ലമീർ വർദിലേക്ക്, ആ കുതിര എനിക്ക് ജസാ തരുന്നു, ഞാൻ ആ കുതിരക്ക് നൽകുന്ന ഖിദ്മത്തിനും ഇഹ്സാനിനും പകരം ആ കുതിര എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് ജസാ തരുന്നു. ബിമാ കുന്തു അസ്നഉ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രത്യുത്തരമായി, പകരമായിട്ട് കുതിരയെ സ്നേഹിക്കുകയും അതിന് പാല് കൊടുക്കുകയും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഞാൻ ചെയ്യുന്നുണ്ട്. അതിന് പകരമായിട്ട് ആ കുതിര എനിക്ക് എന്ത് ചെയ്യുന്നു? ജസാ നൽകുന്നു. എന്റെ യുദ്ധങ്ങളിലൊക്കെ, അതല്ലെങ്കിൽ എനിക്ക് ആവശ്യമായ എല്ലാ വിഷയങ്ങളിലും കുതിര എന്റെ കൂടെ നിൽക്കുന്നു എന്നാണ് അതിന്റെ ജവാബ്. അപ്പോ ചെറിയ ഒരു എന്താ പറയാ, സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ വെറുപ്പും ദേഷ്യവും ഒക്കെ വരുത്തുന്നതിൽ വലിയ മംഫഅത്തൊന്നും ഇല്ല എന്ന് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾക്കൊക്കെ സാക്ഷിയായ ഫർസിനെ ഉദ്ധരിച്ചുകൊണ്ട്, തന്റെ ഏറ്റവും കൂടുതൽ താൻ സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിൽ പോലും ഇത്തരം വിഷയങ്ങളിൽ, ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടാവുന്ന ഒരു സംഭവിക്കാൻ പാടില്ലാത്ത സംഭവം ഉണ്ടാവുന്നത് തീർത്തും എതിർത്തുകൊണ്ട് അതൊന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് എന്ന് അദ്ദേഹത്തിന്റെ കുറഞ്ഞ വരികളിലൂടെ അദ്ദേഹം അൽ-അർജുൽ മഅനി എന്ന് പറയുന്ന ഷായർ പിന്നെ ഇവിടെ എടുത്തു കാണിച്ചതാണ്. കുറഞ്ഞ ബെയ്ത്തുകളിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. ബെയ്ത്തുകൾ കുറവാണെങ്കിലും ഒരുപാട് വലിയ ആശയങ്ങളും അതുപോലെ തന്നെ അർത്ഥ
വ്യാപ്തിയൊക്കെ ഉള്ള ബൈത്തുകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.